സുഹൃത്തുക്കളെ, ഏകദേശം 585 കിലോമീറ്റർ ദൈർഘ്യമുള്ള കേരളത്തിലെ തീരപ്രദേശത്ത് കൊച്ചിയിൽ ഒരു പ്രധാന തുറമുഖവും 17 ചെറിയ പോർട്ടുകളുമുണ്ട്. എന്നാൽ ചരിത്രത്തിന്റെ നാഴികക്കല്ലായി മാറുന്ന വിഴിഞ്ഞം പോർട്ടിന്റെ വികസനത്തിന്റെ നാൾവഴിയും അതോടൊപ്പം ഇനിയും വരാനിരിക്കുന്ന അതിന്റെ വളർച്ചയുടെ പടികളും ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഹായ്, ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ പോർട്ടിന്റെ സ്വപ്നങ്ങളുടെ കഥ പറയാൻ കുറച്ച് നൂറ്റാണ്ടുകൾ പിന്നിലോട്ട് പോകണം. ചേര ചോള രാജവംശങ്ങൾ തമ്മിലുള്ള സംഘട്ടനത്തിൽ തകർന്ന 14-ാം നൂറ്റാണ്ടുവരെ പ്രാധാന്യമുള്ള ഒരു പുരാതന തുറമുഖം ഈ വിഴിഞ്ഞത്ത് ഉണ്ടായിരുന്നു. 1940-കളിൽ തിരുവിതാംകൂർ മഹാരാജ്യം ഒരു സാധ്യതാ സർവേ നടത്തിയപ്പോഴാണ് വിഴിഞ്ഞത്ത് ആധുനിക തുറമുഖത്തിനുള്ള ആദ്യ ശ്രമം ഉണ്ടായത്. തുടർന്ന് ദിവാൻ സർ സി പി രാമസ്വാമി അയ്യർ ഒരു അന്താരാഷ്ട്ര സ്ഥാപനവുമായി ചർച്ചകൾ പോലും നടത്തിയെങ്കിലും പദ്ധതി തുറമുഖം ഉണ്ടാക്കിയില്ല. അപ്പോൾ പുരാതന കാലം മുതലേ ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം കാര്യപ്രാപ്തിയുള്ള ഭരണാധികാരികളിൽ ചിന്തയുണ്ടായിരുന്നു എന്ന് സാരം. പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ജേർണലിസ്റ്റ് ഏലിയാസ് ജോണും വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കമ്മിറ്റിയും ചേർന്ന് ഈ തുറമുഖം സ്ഥാപിക്കുന്നതിന്റെ അനിവാര്യമായ ആവശ്യകതയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ജനങ്ങളിലേക്കും ഭരണാധികാരികളുടെ ഇടയിലേക്കും പ്രവർത്തനങ്ങൾ നടത്തിപ്പോന്നു. 50 വർഷങ്ങൾക്ക് ശേഷം 1990-കളുടെ തുടക്കത്തിൽ കെ കരുണാകരന്റെ UDF സർക്കാർ തുറമുഖത്തിന്റെ സാധ്യതയെക്കുറിച്ച് പഠിക്കാനുള്ള അടുത്ത നീക്കം നടത്തി. തുടർന്നുള്ള EK നയനാരുടെ LDF സർക്കാർ നിർമ്മാണം, പ്രവർത്തിപ്പിക്കൽ, കൈമാറ്റം എന്നീ വ്യവസ്ഥകളിൽ കരാർ അനുവദിച്ചെങ്കിലും പദ്ധതി നടപ്പായില്ല. 2001-ൽ UDF അധികാരത്തിൽ തിരിച്ചെത്തി തുറമുഖ നിർമ്മാണത്തിന് രാജ്യാന്തര ടെൻഡർ വിളിച്ചെങ്കിലും പദ്ധതി കൂടുതൽ തടസ്സങ്ങൾ നേരിട്ടു. PPP പ്രക്രിയയുടെ ഭാഗമായി 2 റൗണ്ടുകളിലായാണ് പദ്ധതി വികസനത്തിനുള്ള ലേലം നടന്നത്. ആദ്യ റൗണ്ടിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന 2004-ൽ കൈഡി ഇലക്ട്രിക് പവർ പ്രൈവറ്റ് ലിമിറ്റഡ് ലീഡിൽ സൂം ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചൈന ഹാർബർ എഞ്ചിനീയറിംഗ് എന്നിവയുടെ കൺസോർഷ്യം തിരഞ്ഞെടുത്തു. 2006-ൽ ആരംഭിച്ച LDF കാലത്ത് വിഴിഞ്ഞത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ നടപടിയിൽ സ്വീകരിച്ചു. ഒരു ചൈനീസ് കമ്പനിയുടെ സാന്നിധ്യം കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ സുരക്ഷാ അനുമതി നേടാനായില്ല. 2006 സെപ്റ്റംബർ 18-ന് LDF സർക്കാർ ഈ തുറമുഖത്തിന് റെഗുലേറ്ററി അനുമതി നേടാൻ ശ്രമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. കൂടാതെ 2007 മാർച്ച് 9-ന് വിസിലിനെ ഒരു നോഡൽ ഏജൻസിയാക്കി ഒരു റീടെൻഡർ ഓർഡർ വന്നു. 2007-ലെ 2-ാം റൗണ്ടിൽ ലാംഗോ കോണ്ടപ്പള്ളി പ്രൈവറ്റ് ലിമിറ്റഡ് ലീഡിൽ ലാംഗോ ഇൻഫ്രാടെക് ലിമിറ്റഡ്, മലേഷ്യയിലെ പെമ്പിനാൻ റസ്ദായി എന്നിവയുടെ കൺസോർഷ്യത്തെ തിരഞ്ഞെടുത്തു. എന്നാൽ സാമ്പത്തിക വിഷയത്തിൽ ബിഡർമാരിൽ ഒരാളുടെ നീണ്ട വ്യവഹാരം ഒടുവിൽ ആ കമ്പനി ഒഴിഞ്ഞുമാറി. 2009 നവംബർ 13-ന് VS അച്യുതാനന്ദന്റെ ഭരണകാലത്ത് ഒരു പഠനത്തിനായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയമിച്ചു. 2010-ൽ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. PPP മോഡൽ ഉപേക്ഷിച്ചു. പകരം ലാൻഡ് ലോഡ് പോർട്ട് മോഡൽ. ഇതിന് കാരണം PPP മോഡൽ പ്രകാരം സർക്കാരിന് അതിന്മേലുള്ള നിയന്ത്രണം കുറവാണ് എന്ന കാരണവും ഇതിൽ കൂടുതൽ ചെലവ് സർക്കാർ വഹിക്കേണ്ടി വരും എന്നതുമാണ്. ഈ റൗണ്ടിൽ പങ്കെടുത്ത 2 ബിഡർമാരിൽ ഒരു കൺസോർഷ്യത്തിന് സുരക്ഷാ അനുമതി ലഭിച്ചു. വെൽസ്പൺ ഇൻഫ്രാടെക് ലിമിറ്റഡ് ഇന്ത്യ, വെൽസ്പൺ കോർപ്പറേഷൻ ലിമിറ്റഡ് ഇന്ത്യ, ലെയ്റ്റൺ കോൺട്രാക്ടേഴ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായിരുന്നു ഈ കൺസോർഷ്യത്തിൽ ഉണ്ടായിരുന്ന കമ്പനികൾ. പ്രത്യക്ഷത്തിൽ ചൈനീസ് കമ്പനികളൊന്നും പങ്കെടുക്കാത്ത ഈ ലേലം ഒരു ചൈനീസ് കമ്പനിയുടെ പങ്കാളിത്തം സംബന്ധിച്ച് ചിലർ ആരോപണം ഉന്നയിക്കുകയും അങ്ങനെ കേന്ദ്രത്തിലെ മൻമോഹൻ സിംഗ് സർക്കാരിൽ നിന്നും ലഭിച്ച സുരക്ഷാ അനുമതി ക്യാൻസൽ ചെയ്യപ്പെട്ടു. 2012-ൽ LDF പൊതു കൺവെൻഷനുകളും പ്രതിഷേധവും നടത്തി 212 ദിവസം തുടർന്നു. മുതിർന്ന ജേർണലിസ്റ്റും വിമാക്കിന്റെ വിഴിഞ്ഞം മദർ പോർട്ട് ആക്ഷൻ കൗൺസിൽ വിമാക്കിന്റെ അധ്യക്ഷനുമായ ശ്രീ ഏലിയാസ് ജോണിന്റെ ലീഡിൽ വലിയ നിരാഹാര സമരങ്ങൾ ഉണ്ടായി. അങ്ങനെ ഈ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ലാൻഡ് ലോഡ് മോഡൽ ഉപേക്ഷിച്ച് PPP മോഡൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചു. 2013-ൽ തുറമുഖത്തിനായി ആഗോള ടെൻഡർ നടന്നു. അവസാനം തുറമുഖം പണിയാനും അദാനി ഗ്രൂപ്പിനെ പദ്ധതി ഏൽപ്പിക്കാനും നിർണായക തീരുമാനം കൈക്കൊണ്ടത് UDFിലെ ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ്. ഉമ്മൻചാണ്ടിക്ക് രക്ഷപ്പെടാൻ വേണ്ടി കരാർ ഒപ്പിടേണ്ടി വരുന്നു. പിന്നെ ഞങ്ങൾ ഇതിന്റെ ചാമ്പ്യൻസ് ആണ് എന്ന് പറയുന്നതായിരുന്നു UDFിന്റെ റൂൾ. UDFിന് ഇത് എന്തായാലും ചെയ്യണമെന്നൊരു താല്പര്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമാണ്. ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നത് പൊതുമേഖലയിൽ നിർമ്മിച്ച് അദാനിയെ പോലെ ഒരാൾക്ക് കൈമാറിയാൽ വളരെ എഫക്റ്റീവായിട്ട് പദ്ധതി നടപ്പിലാക്കാൻ പറ്റും. നമ്മൾ അതിന് ലാൻഡ് ലോഡ് മോഡൽ എന്ന് പറയും. അതിനെല്ലാം എടുത്ത് ചവിറ്റുകൊട്ടേ കളഞ്ഞിട്ട് ഈ ഒരു സ്വകാര്യ PPP മോഡൽ ശ്രീ ഉമ്മൻചാണ്ടി 2013 ഡിസംബർ മാസം 18-ാം ഡേറ്റ് ഒന്നും ഞങ്ങൾ മറക്കില്ല. VM സുധീരൻ അടക്കമുള്ള അന്നത്തെ കോൺഗ്രസ് പാർട്ടി നേതാക്കളിൽ ഇത് ഭിന്നതയുണ്ടാക്കിയിരുന്നു. സംസ്ഥാന താല്പര്യങ്ങൾ ബലികൊടുത്ത് അദാനിയുടെ താല്പര്യങ്ങളാണ് സംരക്ഷിച്ചത് എന്നും ഇത് അഴിമതി കരാർ ആണെന്നും സുധീരൻ അടക്കമുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചപ്പോൾ ഇത് കടൽ കൊള്ളയാണെന്ന് LDFും നിലപാടെടുത്തു. തുറമുഖ പദ്ധതിക്ക് തറക്കല്ലിട്ടു. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിൽ LDF ചടങ്ങ് ബഹിഷ്കരിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് നിർവഹിച്ചത്. 1000 ദിവസം കൊണ്ട് പദ്ധതി പൂർത്തിയാക്കുമെന്ന് ഗൗതം അദാനി പറഞ്ഞു. വിഴിഞ്ഞം കരാറിനെ സംബന്ധിച്ച് VM സുധീരനും K മുരളീധരനും തമ്മിൽ യോഗത്തിൽ രൂക്ഷമായ തർക്കമുണ്ടായി.
പദ്ധതി സംബന്ധിച്ച പാർട്ടിയിൽ ചർച്ച ചെയ്യാതെ ഉമ്മൻചാണ്ടി സർക്കാർ ഏകപക്ഷീയമായ തീരുമാനവുമായി മുന്നോട്ട് പോയി എന്ന പരാതി PM സുധീരൻ മുന്നോട്ട് വെച്ചു. കരാർ ഒപ്പിടും മുമ്പ് വിഴിഞ്ഞം KPCCയിൽ ചർച്ച ചെയ്തിട്ടില്ലെന്ന് MM ഹസന് സമ്മതിക്കേണ്ടിയും വന്നു. അങ്ങനെ ഈ പദ്ധതിക്കായി ഒപ്പിട്ട കരാറിൽ LDF എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നെങ്കിലും UDF സർക്കാർ മുന്നോട്ട് നീങ്ങി. എന്നാൽ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ ഭരണകാലത്തിന്റെ അവസാന സമയത്തായിരുന്നു. ഉദ്ഘാടന ദിവസം കഴിഞ്ഞാൽ വെറും 163 ദിനങ്ങൾ കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സർക്കാരിന്റെ കാലാവധി. നാനാഭാഗത്തു നിന്നും അഴിമതി ആക്ഷേപങ്ങൾ ഉയർന്നു. കോഴ ഇടപാടിൽ കൂടിയാണെങ്കിലും വിഴിഞ്ഞത്തൊരു തുറമുഖം വന്ന തിരുവനന്തപുരത്തിന്റെ മുഖച്ചായ മാറത്തില്ലയോ? നമ്മളെയൊക്കെ ഈ തരത്തിൽ ഇപ്പോൾ 2 വർഷത്തോളമായി ഈ പദ്ധതി നമ്മളെല്ലാവരും വട്ടം ചുറ്റിക്കുന്നതിന്റെ പിന്നിലെ പ്രധാന കാരണക്കാരൻ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഇടി 4 കൊണ്ടാലെന്താ, ഒരേപോലത്തെ ചക്ക 4 തിന്നാറിയില്ലേ? പദ്ധതി ചെലവിന്റെ 66% സംസ്ഥാന സർക്കാർ വഹിക്കുമ്പോൾ ഒപ്പുവെച്ച കരാർ സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള കോൺട്രാക്ട് ആയിരുന്നില്ല എന്നതാണ് എന്നത്തെയും LDFന്റെ നിലപാട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ലീഗ് മന്ത്രിമാരും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് ശ്രദ്ധേയമായി. പ്രതിപക്ഷം പ്രതിഷേധ സൂചകമായി ചടങ്ങ് ബഹിഷ്കരിച്ചു. 2015 ഡിസംബർ 5-ന് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചപ്പോൾ അദാനി ഗ്രൂപ്പ് CEO ഗൗതം അദാനി 1000 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ കപ്പൽ 2018 ഡിസംബർ 1-ന് തുറമുഖത്ത് എത്തുമെന്ന് പ്രസ്താവിച്ചു. LDF ഒരിക്കലും പ്രോ ആയിരുന്നില്ല. ഇത് ലാൻഡ് ലോഡ് പോർട്ടായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രീ VS അച്യുതാനന്ദൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തു. പക്ഷേ ഇതൊരു സ്വകാര്യ മേഖലയിലോട്ട് പോയപ്പോൾ പിന്നെ അവർക്ക് പഴയ ഒരു താല്പര്യം ഉണ്ടായില്ല. എന്നാൽ അവർ എതിർക്കാനും വന്നിട്ടില്ല. അതായിരുന്നു LDFന്റെ റോൾ. പിന്നീട് തുടർന്നു വന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ സർക്കാരിൽ കരാറിലെ അതൃപ്തികൾ ചില അഭിപ്രായ ഭിന്നതകൾക്ക് വഴിവെച്ചു. എങ്കിലും അത് എങ്ങനെ നടപ്പിലാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന കരാറിനെ കുറിച്ച് കേരളത്തിൽ ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നതാണ്. പക്ഷേ കരാർ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പിട്ടതായിരുന്നു. കരാർ ഒപ്പിട്ടതോടെ ആ കരാർ നടപ്പിലാക്കൽ മാത്രമേ മാറുന്നു. അതിലുള്ള കുറവുകൾ പറഞ്ഞ് എരി തർക്കിച്ചു തന്നുകൊണ്ട് പ്രത്യേക ഗുണമൊന്നും കിട്ടാനില്ല. കുറവുകളായി തന്നെ കിടക്കുക. പദ്ധതി നടപ്പാക്കേണ്ടത് ആവശ്യമാണ്. വിഴിഞ്ഞം കരാറിൽ CAG ചൂണ്ടിക്കാണിച്ച കുഴപ്പങ്ങളും അതിനു പിന്നിൽ നടന്ന ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട PS ജുഡീഷ്യൽ അന്വേഷണം പൂർത്തിയാകും വരെ തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടു. ഭരണപക്ഷത്തുള്ളവർ പോലും ഇതിന്റെ പണി നിർത്തിവെച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരിക്കൽ എഗ്രിമെന്റ് ആയതാണെന്നും ഇനി ഇത് നടപ്പിലാക്കിയേ നിവൃത്തിയുള്ളെന്നും ആ കരാറിലുള്ള കുറവുകൾ എന്നും കുറവുകളായിരിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മെട്രോമാൻ എന്നറിയപ്പെടുന്ന ഈ ശ്രീധരൻ അടക്കമുള്ള പല ആളുകളും അദാനിയുമായുള്ള ഈ കരാർ നാടിന് ഗുണം ചെയ്യില്ലെന്ന് ഉറക്കെ പറഞ്ഞു. വിഴിഞ്ഞം പദ്ധതിക്കെതിരെ കടുത്ത വിമർശനവുമായി സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം കൂടിയായ E. ശ്രീധരൻ വിഴിഞ്ഞം പദ്ധതി കൊണ്ട് കേരളത്തിന് ഗുണമുണ്ടാകില്ല. E. ശ്രീധരൻ പറഞ്ഞു. Kerala government is going to spend at least 7,000 to 10,000 crores for Viഴിഞ്ഞം project. And what is the benefit is going to give to Kerala? Nothing. It will be only when other ships will come, transit things to small ships and serve other areas. എന്നാൽ അഴിമതി ആരോപണം ഉയർന്നു വരുന്നു എന്ന കാരണത്താൽ ഇതുപോലൊരു പദ്ധതി ഉപേക്ഷിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഴിമതി ആരോപണവും വിവാദവും ഉയർന്നു വരുന്നു എന്നതുകൊണ്ട് മാത്രം ഇതുപോലൊരു പദ്ധതി ഉപേക്ഷിച്ച് കളയും എന്നാരും കരുതേണ്ടതില്ല. വിഴിഞ്ഞം കരാർ തിരുത്തലോടെ നടപ്പാക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശയനുസരിച്ച് കരാറിൽ മാറ്റം വരുത്തും. കരാർ റദ്ദാക്കാനാകില്ലെന്നും കോടിയേരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിന്റെ താല്പര്യത്തിനെതിരാണ് ആ കരാർ. സംസ്ഥാനത്തിന് വലിയ തോതിലുള്ള നഷ്ടം ഉണ്ടാക്കുന്ന കരാറാണ്. ഇപ്പോൾ ആ കരാർ ഉണ്ടാക്കാൻ പോകുന്നത് വിഴിഞ്ഞം പദ്ധതി എന്നേക്കുമായി നമുക്ക് നഷ്ടപ്പെടും. വിഴിഞ്ഞം ഹാർബർ വരണം. ആ വിഴിഞ്ഞം ഹാർബർ വരണം എന്നുള്ള കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം അത് ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അദാനി കമ്പനിക്ക് വലിയ ആനുകൂല്യം കൊടുക്കുകയാണ് ഉമ്മൻചാണ്ടി സർക്കാർ ചെയ്തത്. 2017 വന്ന ഓഖി കൊടുങ്കാറ്റും കോവിഡ് മഹാമാരിയും മറ്റ് പ്രകൃതിക്ഷോഭങ്ങളും ഇന്ത്യൻ സർക്കാർ കേരളത്തിൽ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയ കടമെടുപ്പ് നിയന്ത്രണവും ഈ പണികൾ സാരമായി താമസപ്പെടുത്തി. പണിക്കുള്ള റോ മെറ്റീരിയൽസിന്റെ ലഭ്യതക്കുറവും പണി വീണ്ടും നിർത്തിവെക്കേണ്ട അവസ്ഥയിലെത്തിച്ചു. ഇരു കൂട്ടരും ആർബിട്രേഷൻ ആരംഭിക്കുകയുണ്ടായി. അദാനി ഗ്രൂപ്പ് നഷ്ടപരിഹാരമായി 3854 കോടി രൂപയും വിഴിഞ്ഞം തുറമുഖ കമ്പനി 911 കോടിയും ക്ലെയിം ചെയ്തു. എങ്കിലും നീണ്ട ചർച്ചകളും നിയമ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ആർബിട്രേഷൻ തുടരുന്നത് പദ്ധതിയെ അനന്തമായ വ്യവഹാരത്തിലേക്ക് നയിക്കുമെന്നും പദ്ധതി പൂർത്തീകരണത്തിന് വലിയ കാലതാമസമുണ്ടാകും എന്നതും കണക്കിലെടുത്ത് ഇരു കൂട്ടരും ക്ലെയിമുകൾ പിൻവലിച്ച് കരാറിൽ ചില മാറ്റങ്ങൾ വരുത്തി. ആദ്യ കാലഘട്ടം മുതലേ ഈ പോർട്ട് വന്നാൽ നഷ്ടമുണ്ടാക്കുന്ന ചില അന്താരാഷ്ട്ര ലോബികളുടെ ഇടപെടൽ സംശയമുണ്ടായിരുന്നെങ്കിലും പിന്നീട് നേരിട്ട് പണമിറക്കി സാധാരണക്കാരെയും മതപുരോഹിതരെയും തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കി കലാപത്തിന് കളമൊരുക്കി. വിഴിഞ്ഞം സമരം ശക്തമാക്കുമെന്ന് ലത്തീൻ അതിരൂപത നാളെ അതിരൂപതയ്ക്ക് കീഴിലെ പള്ളികളിൽ സർക്കുലർ വായിക്കും. വിഴിഞ്ഞം പദ്ധതി കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ ആഘാതം സൃഷ്ടിക്കുമെന്ന് മോൺസിഞ്ഞോർ യൂജിൻ പെരേര വിശ്വാസികൾക്ക് അയച്ച സർക്കുലറിൽ പറയുന്നു.
ഈ സമരം ജയിപ്പിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. പിണറായി വിജയനെ തൂത്ത് തരിപ്പണമാക്കി കണ്ണൂരിലേക്ക് പറഞ്ഞേക്കേണ്ടി വന്നാലും ഞങ്ങൾ ജയിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. അദാനി പോർട്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം നിർത്തിവെക്കുമെന്നുള്ളത് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യമാണ്. അസാധാരണമായ ഈ അവസരം മുതലെടുത്ത് അന്നത്തെ UDF പ്രതിപക്ഷം അവരോടൊപ്പം നിന്ന് വിഷയത്തെ ആളിക്കത്തിക്കാനും തെറ്റിദ്ധാരണ അധികം പടർത്താനും ശ്രമിച്ചു. ഈ അദാനിയുടെ ഒരു പ്രവർത്തനങ്ങളും ഇവിടെ വേണ്ട എന്നാണ്, വേറെ ഒരു ഇതില്ല. ഞങ്ങൾക്ക് ഒരു വികസനവും വേണ്ട, ഞങ്ങൾക്ക് ഒരു വികസനം ഇവിടെ വേണ്ട. ഞങ്ങളുടെ അതിജീവനത്തിന് മറികടന്നുള്ള ഒരു വികസനവും ഈ നാട്ടിൽ നടക്കണ്ട. അത് വേറെ എക്സ്ക്യൂസ് ഇല്ല. ഒരു പ്രദേശം മുഴുവൻ കടൽഭിത്തി കെട്ടിയപ്പോൾ സ്വാഭാവികമായും ഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ഭിത്തിയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകേണ്ട കടലാക്രമണം കൂടി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഉണ്ടായി. ഇന്ന് ഈ വിഴിഞ്ഞം തുറമുഖം ഇല്ലാത്ത ബാക്കിയുള്ള തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങളിൽ മുഴുവൻ അപകടത്തിലാണ്. പോലീസ് സ്റ്റേഷൻ കത്തിക്കുമെന്നുമൊക്കെ പ്രസംഗിച്ച് കോടതിയുടെ വിധികളെ കാറ്റിൽ പറത്തിയും ഒരു വെടിവെപ്പിലേക്കും ഒടുവിൽ ഒരു ആഭ്യന്തര കലഹത്തിനും ഭരണ അസ്ഥിരതയ്ക്കും വികസന വിരോധികളും രാഷ്ട്രീയക്കാരും ഒത്തുകൂടിയെങ്കിലും കേരള സർക്കാരിന്റെ സമയോചിതമായ ഇടപെടൽ ആ സാഹചര്യങ്ങൾ ഒഴിവാക്കി. വേണ്ടി വന്ന പോലീസ് സ്റ്റേഷൻ കാരണം ഞാൻ 5 തന്നെ 12 ചരിത്രമുണ്ട്. എന്നാൽ ഇന്നിപ്പോൾ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിൽ ഇടതു സർക്കാർ വഹിച്ച പങ്ക് ചെറുതല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സർക്കാരിനുണ്ട്, പക്ഷേ ഒരു പൊളിറ്റിക്കൽ വില്ലുണ്ട്. പ്രോജക്റ്റ് പൂർത്തിയാക്കണം. അത് ഞാൻ പേഴ്സണലി ശ്രീ പിണറായി വിജയന്റെ മിടുക്കായിട്ടാണ് കാണുന്നത്. കാരണം ഈ സമരം നീണ്ടു പോകുമ്പോഴും അവിടെ ഒരു വെടിവയ്പ് ആഗ്രഹിച്ചിരുന്നു വരും. പോലീസുകാരന്റെ കാല് തല്ലി ഓടിച്ചു. ഈ പോർട്ട് വരുന്നതോടെ നഷ്ടമുണ്ടാകുന്ന നാട്ടുകാർക്ക് ആദ്യ എഗ്രിമെന്റിൽ പറയുന്ന 8 കോടിക്ക് പകരം 100 കോടി രൂപ സർക്കാർ ചെലവഴിക്കുകയും പോർട്ടിൽ ഉണ്ടാകുന്ന 5000-ഓളം വരുന്ന നേരിട്ടുള്ള തൊഴിലവസരങ്ങളിൽ 50% ആ നാട്ടുകാർക്ക് നൽകുമെന്ന് ഉറപ്പ് അദാനി ഗ്രൂപ്പിൽ നിന്നും നേടിയെടുത്തു. ഇത് കൂടാതെ പ്രാദേശിക മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് വടക്കൻ ബ്രേക്ക് വാട്ടറിന്റെ സംരക്ഷിത കടൽവശത്ത് 500 മീറ്റർ നീളമുള്ള ബെർത്ത് നൽകുന്നുണ്ട്. കരാർ പ്രകാരം പദ്ധതിയുടെ 2, 3, 4 ഘട്ടം 2045 പൂർത്തിയാക്കേണ്ടത്. എന്നാൽ 10,000 കോടി രൂപ അദാനി ഗ്രൂപ്പ് മുതൽ മുടക്കേണ്ട ഈ ഘട്ടങ്ങൾ 2028 പൂർത്തിയാക്കും എന്നതാണ് പുതിയ വ്യവസ്ഥ. നേരത്തെ നിശ്ചയിച്ചതിനേക്കാൾ 17 വർഷം മുമ്പ് പദ്ധതിയുടെ 2, 3, 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതിലൂടെ ചുരുങ്ങിയ കാലയളവിൽ വലിയ തോതിലുള്ള നിക്ഷേപം ഉണ്ടാവും. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമാകുമ്പോൾ വരുമാനത്തിൽ നിന്നുള്ള വിഹിതം കൺസഷൻ എഗ്രിമെന്റ് പ്രകാരം തുറമുഖം പ്രവർത്തന സജ്ജമായതിനു ശേഷമുള്ള 15-ാം വർഷം മുതലാവും വിഹിതം കിട്ടിത്തുടങ്ങുക. 15-ാം വർഷം 1%, 16-ാം വർഷം 2%, ഇങ്ങനെ 40% വരെ ഉയരും. അതേസമയം കരാറിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള പ്രകാരം 2034 തന്നെ റവന്യൂ ഷെയറിംഗ് ആരംഭിക്കുമെന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ആദ്യഘട്ടം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായി ചൈനയിൽ നിന്നുള്ള ആദ്യത്തെ ജനറൽ ചരക്ക് കപ്പൽ ഷെൻഹുവ 15 ഒക്ടോബർ 12 വിഴിഞ്ഞം തുറമുഖത്ത് എത്തി. തുറമുഖത്ത് സ്ഥാപിക്കുന്ന ഒരു ക്വേ ക്രെയിനും 2 യാർഡ് ക്രെയിനുകളും ഇതിൽ വഹിച്ചു. പിന്നീട് ഷെൻഹുവ 29 നവംബർ 16-നും ഷെൻഹുവ 24 നവംബർ 27-നും ഷെൻഹുവ 15 ഡിസംബർ 30-നും ഷെൻഹുവ 16 ഈ വർഷം ഏപ്രിൽ 9-നും ഷെൻഹുവ 35 ഈ വർഷം ഏപ്രിൽ 22-നും ഷെൻഹുവ 34 മെയ് 16-നും വിഴിഞ്ഞം പോർട്ടിലേക്ക് ക്രെയിനുമായി എത്തി. അങ്ങനെ 1-ാം ഘട്ടം പൂർത്തിയാകുമ്പോഴേക്കും 400 800 മീറ്റർ നീളമുള്ള 2 വമ്പൻ കപ്പലുകൾക്ക് ഒരേ സമയത്ത് അടുപ്പിക്കാവുന്ന ബെർത്തും 3 കിലോമീറ്റർ നീളത്തിൽ പുലിമുട്ടും രാജ്യത്തെ ആദ്യ ഓട്ടോമേറ്റഡ് സെമി ഓട്ടോമേറ്റഡ് 31ഓളം ക്രെയിനുകൾ പ്രവർത്തിക്കുന്ന വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ വൻകിട തുറമുഖങ്ങളിലൊന്നായി നമ്മുടെ വിഴിഞ്ഞം ഉയരും എന്നും 2028 വിഴിഞ്ഞം സമ്പൂർണ്ണ തുറമുഖമായി മാറും എന്നും ഇത്ര വലിയ ഒരു തുറമുഖത്തിന്റെ സാന്നിധ്യം അയൽ രാജ്യങ്ങൾക്കും ഉപകാരപ്പെടുമെന്നും വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോയ്ക്കുള്ള സ്വീകരണ ചടങ്ങ് ജൂലൈ 12-ന് ഉദ്ഘാടനം ചെയ്യുകയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വഴി കയറ്റുമതി ഇറക്കുമതി വർദ്ധിക്കുന്നതിലൂടെ കേരളത്തിലെ വ്യവസായ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിൽ ആദ്യഘട്ടത്തിൽ 10 ലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുവാൻ വിഭാവനം ചെയ്യുന്നു. ഇത് 50 ലക്ഷം വരെ ഉയർത്തുവാനും ഇതിന്റെ തുടർഘട്ടങ്ങൾ പൂർത്തിയാകുന്നതിനനുസരിച്ച് സാധിക്കും എന്നതാണ് അറിയുന്നത്. തുറമുഖം വഴി രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള ചരക്ക് നീക്കം നടക്കുന്നതിലൂടെ കേരളത്തിന് വമ്പിച്ച രീതിയിലുള്ള തൊഴിൽ സാധ്യതകളും വരുമാന വർധനവും ഉണ്ടാകും. നൂതന തൊഴിൽ മേഖലകളിലേക്ക് എത്തിപ്പെടാൻ യുവജനതയെ പ്രാപ്തരാക്കാൻ വേണ്ടി അസാപ്പിന്റെ കീഴിൽ 16ാമത് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് വിഴിഞ്ഞത്ത് വന്നു. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന നൈപുണ്യ പരിശീലനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാകും ഈ വിഴിഞ്ഞം കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക്.
തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് താമസിച്ച് പഠിക്കുവാനുള്ള സൗകര്യാർത്ഥമാണ് ഹോസ്റ്റൽ സൗകര്യവും സ്കിൽ പാർക്കിന് അനുബന്ധമായി ഒരുക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ പോർട്ട് സംബന്ധമായ ജോലികൾക്ക് പ്രാപ്തരാക്കാൻ അദാനി സ്കിൽ ഡെവലപ്മെന്റ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കും ഇവിടെയുണ്ട്. ആദ്യ മദർഷിപ്പ് പോർട്ടിലെത്തിയ ശേഷം പിന്നെയും കപ്പലെത്തി, പിന്നെയും കപ്പലുകൾ വന്നുകൊണ്ടിരിക്കുന്നു, അനേകം കപ്പലുകൾ വരാൻ കിടക്കുമല്ലേ. ഇങ്ങനെ പറയാനാണെങ്കിൽ വിഴിഞ്ഞം പോർട്ടിന്റെ വിശേഷങ്ങൾ ഏറെയുണ്ട്. വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. നിലപാടിലുള്ള വ്യത്യാസവും രാഷ്ട്രീയ ഭിന്നതകളും ഒക്കെ മറന്ന് നാടിന് വരാനിരിക്കുന്ന വികസന പ്രവർത്തികൾക്കായി ഒന്നുചേരാം. വിഴിഞ്ഞം ഉദ്ദേശിച്ചതുപോലെ തന്നെ അതിവേഗം അഴിമതിരഹിതമായി തുടർന്നുള്ള പണികൾ പൂർത്തീകരിച്ച് ഈ നാടിനും ഒരു അഭിമാനമായി നിലകൊള്ളട്ടെ. അവിടെ നഷ്ടം സംഭവിച്ച മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടായി അവരുടെ ജീവിതങ്ങൾ മെച്ചപ്പെടട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കഴിയുന്നു. ഗുഡ് ബൈ.